അഫ്താബിലേക്ക് ഒരിക്കൽ കൂടെ പോവുകയാണ്. അഫ്താബ്, ഈ യുദ്ധത്തിന് പല പല ഓപ്പറേഷനുകൾ എന്ന പേരിട്ട് വിളിച്ച അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇസ്രായേൽ നടത്തുന്നതായാലും ഇസ്രായേലിന്റെ കൂട്ടുപിടിച്ച് ഇസ്രായേലിന്റെ സഹായത്തോടു കൂടി അമേരിക്ക നടത്തുന്നതായാലുമുള്ള കടന്നാക്രമണങ്ങൾക്ക് ഇസ്രായേൽ നേരത്തെ തന്നെ പേരിട്ട് വിളിച്ചത് ഇത് സമ്പൂർണ്ണമായും ഇറാനെ ഇല്ലാതാക്കുന്നത് വരെ യുദ്ധം തുടരും, തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള തിരിച്ചടിയും അതിൽ നിന്ന് ലഭിക്കാൻ പോകുന്നില്ല, പ്രഹരമേൽക്കാൻ പോകുന്നില്ല, സമ്പൂർണ്ണ വിജയം അത് തങ്ങളുടേത് തന്നെയാകുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു താൽക്കാലിക സെറ്റിൽമെന്റിലേക്കെങ്കിലും അമേരിക്ക എത്തുമ്പോൾ, അതിനൊരു ഇനിഷ്യേറ്റീവ് അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുമ്പോൾ അതിന് എത്രത്തോളം കൂട്ടുനിൽക്കും ഇസ്രായേൽ എന്നാണ് കരുതേണ്ടത്? അനിഷ, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ ഗസ യുദ്ധത്തിന് സമയത്ത് ഇറാനിൽ നടന്ന അതേ യുദ്ധം, അതായത് ജൂണിൽ നടന്ന യുദ്ധത്തിലും സമാനമായ സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. കാരണം ട്രംപ് പറഞ്ഞിട്ടും ഇസ്രായേൽ പിന്മാറാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ട്രംപും നെതന്യാഹുവും എന്ന് പറയുന്നത് ഒരു ശരീരവും ആത്മാവും പോലെ നിലനിൽക്കുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് ട്രംപ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നെതന്യാഹുവിന് അനുസരിക്കാതിരിക്കാനാകില്ല. എന്ന് മാത്രമല്ല, ഇസ്രായേലിനെ കൊണ്ട് ഒറ്റക്ക് കൂട്ടിയാൽ കൂടുന്ന ഒരു യുദ്ധമായിരുന്നില്ല ഇതെന്ന് കഴിഞ്ഞ 12 ദിന യുദ്ധത്തിൽ തന്നെ ഇസ്രായേൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണത്തെ യുദ്ധത്തിന് യുഎസിനെ കൊണ്ട് തന്നെ മുൻകൈ എടുപ്പിച്ച് ഈ യുദ്ധത്തിലേക്ക് എത്തിപ്പിക്കുന്നത്. ഇത് യുഎസിനകത്ത് തന്നെ വലിയ തോതിൽ വിമർശനത്തിന് കാരണമായിരുന്നു. കാരണം കരയുദ്ധത്തിലേക്ക് അടക്കം പോകുമ്പോൾ കൊണ്ടുപോകുന്നത് 4500ഓളം വരുന്ന മറൈനുകളെ കൊണ്ടുപോകുമ്പോൾ പോലും അത് യുഎസ് പൗരന്മാരാണ്. ഇത് യുഎസിനകത്ത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും ആഭ്യന്തര പ്രശ്നങ്ങൾക്കും കാരണമായി തുടങ്ങിയിരുന്നു. അവർ പറഞ്ഞത്, ഇസ്രായേലിന് വേണ്ടി നടത്തുന്ന ഈ യുദ്ധത്തിൽ എന്തുകൊണ്ട് കരയുദ്ധത്തിന് കൊണ്ടുപോകുമ്പോൾ യുഎസ് പൗരന്മാരെ മാത്രം കൊണ്ടുപോകുന്ന ചോദ്യം പോലും യുഎസിനകത്ത് നിന്നും ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം ഈ യുദ്ധത്തിൽ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യുഎസിനകത്ത് ഒരു മിഡ് ടൈം ഇലക്ഷനിലേക്ക് ട്രംപ് പോകുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ഈ ചോദ്യങ്ങളെല്ലാം ഉണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ ആക്രമണത്തിന്റെ 24 ദിവസത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞത്, ഇനിയും മാസങ്ങളോളം വേണമെങ്കിൽ ഇറാന് സമാനമായ രീതിയിൽ തന്നെ ആക്രമണം നീട്ടിക്കൊണ്ട് പോകാനാകും എന്നുള്ളതാണ്. അത്രയധികം ദിവസം ഈ ആക്രമണവും തിരിച്ചടിയും ഏറ്റുവാങ്ങാൻ ഇസ്രായേലിന് സാധിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പവർ പ്ലാന്റിലടക്കം ആക്രമണം നടക്കുന്നത് പോലെ ഇസ്രായേലിനകത്തെ പവർ പ്ലാന്റുകളിലേക്കും ആക്രമണം നടന്നു കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം എടുക്കാം. അറാദിലും ഒപ്പം തന്നെ ഡിമോണയിലും നടന്ന ആക്രമണം. ആ 2 ഉദാഹരണം മാത്രം മതിയാകും ഇറാന്റെ ശേഷി ഇപ്പോഴും എവിടെ എത്തി നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കണം. കാരണം യുദ്ധത്തിന്റെ 23-ാം ദിനത്തിലാണ് അറാദിലേക്കും ഡിമോണയിലേക്കും ഇറാൻ ആക്രമണം നടത്തുന്നത്. അത് ഓർക്കണം. ഇസ്രായേലിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സുരക്ഷാ വിന്യാസമുള്ള, ഏറ്റവും പ്രതിരോധ സംവിധാനമുള്ള മേഖല കൂടിയാണ് അറാദ്. കാരണം അത് അവരുടെ ആണവ പ്ലാന്റുകൾ നിലനിൽക്കുന്ന മേഖലയാണ് അറാദ് ഉൾപ്പെടുന്ന പ്രദേശം. അതിനകത്തേക്കാണ് ഒറ്റ മിസൈൽ പതിച്ചതിന് ശേഷം ഏതാണ്ട് നിരവധി കെട്ടിടങ്ങൾ തകർന്ന് 200ഓളം പേർക്ക് പരിക്കേൽക്കുന്നത്. അത് യുദ്ധത്തിന്റെ 23-ാം ദിനത്തിലാണ്. അപ്പോൾ ഈ ഒരു യുദ്ധം നീട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇവരുടെ മുമ്പിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഒരു വഴിയിൽ വെച്ച് ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന യുഎസിനേക്കാൾ നന്നായി അറിയാവുക ഇസ്രായേലിനാണ്. അതുകൊണ്ട് ഇസ്രായേൽ ഒറ്റയടിക്ക് ഏതെങ്കിലും നിലക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ നിലവിൽ തയ്യാറാകുമെന്ന ചോദ്യം അപ്രസക്തമാണ്. കാരണം അവർ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനാണ് അവർക്ക് താല്പര്യം. പക്ഷേ ഇപ്പുറത്ത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കാരണം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പോലും യുഎസ് ഒറ്റപ്പെടുന്ന പോലുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തുന്നു. പ്രത്യേകിച്ച് നാറ്റോയെ വിളിച്ചപ്പോൾ അവർ വന്നില്ല. കൂടെ വരുമെന്ന് കരുതിയിരുന്ന ജപ്പാൻ വന്നില്ല, സൗത്ത് കൊറിയ വന്നില്ല, തായ്ലാന്റ് വന്നില്ല. സമാനമായ രീതിയിൽ മറുവശത്ത് ഇറാൻ, ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി സമാന്തരമായി സംസാരിച്ചുകൊണ്ട് അവർക്ക് ചരക്കുകൾ കൊണ്ടുപോകാനുള്ള വഴിയൊരുക്കുന്നു. ചൈനയുമായി സംസാരിച്ചുകൊണ്ട് ചരക്കുകൾ കൊണ്ടുപോകാനുള്ള വഴിയൊരുക്കുന്നു. അപ്പോൾ ഒരു വശത്ത് യുദ്ധം നടക്കുമ്പോൾ പോലും യുഎസിന്റെ ഭാഗം പാളുമ്പോൾ ഇറാന് സമാന്തരമായിക്കൊണ്ട് കൃത്യമായി ചരക്കുകൾ കൊണ്ടുപോകാനും അവരുടെ സഖ്യത്തിലും ഒപ്പം തന്നെ അവരോട് കൂടെ നിൽക്കുന്നവർക്കും കൃത്യമായി കപ്പലുകൾ കൊണ്ടുപോകാനും സമ്മതം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോർമൂസിലേക്ക് വിളിച്ചപ്പോൾ ആരും വരാൻ തയ്യാറാകാതിരുന്നത് ട്രംപിനെ വലിയ തോതിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബ്രിട്ടനൊക്കെ അവരുടെ കേന്ദ്രങ്ങൾ എന്ന് വെച്ചാൽ പശ്ചിമേഷ്യയിലുള്ള അവരുടെ സൈനിക കേന്ദ്രങ്ങൾ അവരുടെ ധാരണയുടെ ഭാഗമായി തുറന്നു കൊടുക്കുമ്പോൾ പോലും യുദ്ധത്തിലേക്ക് തങ്ങളില്ല എന്നാണ് തുറന്നു പറഞ്ഞത്. ഫ്രാൻസും സമാനമായ നിലപാട് സ്വീകരിച്ചു.
ഇത് ഞങ്ങളുടെ യുദ്ധമല്ല എന്ന് പറഞ്ഞു. ജർമ്മനിയും പറഞ്ഞത് സമാനമായ രീതിയിൽ തന്നെയാണ്, ഈ യുദ്ധത്തിലേക്ക് ഞങ്ങളില്ല, ഇത് ഞങ്ങളുടെ യുദ്ധമല്ല എന്നുള്ളതാണ്. ഇത് US-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. കാരണം മുമ്പ് നടന്ന ഇറാഖ് അധിനിവേശ കാലത്ത് പോലും മുഴുവൻ പടയാളികളും മുഴുവൻ രാജ്യങ്ങളും അവരുടെ കൂടെ നിന്നതാണ്. പക്ഷേ ഈ യുദ്ധത്തിൽ ഉണ്ടായ ചിത്രം തുടക്കം മുതൽ അതല്ല. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ച് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായിരുന്നു. ഇന്നിപ്പോൾ അല്പം മുമ്പ് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇവരുടെ പടക്കപ്പലുകൾ ഈ ഹോർമുസ് ഭാഗത്തേക്ക് നേരത്തെ എത്തിയിരുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിച്ചിരുന്ന USS ജെറാൾഡ് എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പൽ അത് ഗ്രീസിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട്. അതിന് കാരണമായി പറയുന്നത് ഇതിന്റെ ലോണ്ട്രിയിൽ ഉണ്ടായ തീപിടുത്തമാണ്. ഒരു ലോണ്ട്രിയിൽ തീപിടുത്തം ഉണ്ടായാൽ ഇത്രയധികം വലിപ്പമുള്ള ഒരു പടക്കപ്പൽ എന്തുകൊണ്ട് പിൻവലിക്കുന്നു എന്ന ചോദ്യമുണ്ട്. അതിന് മറുപടിയായി പറയുന്നത് ഇറാൻ തങ്ങൾ ആക്രമണം നടത്തിയതിനു ശേഷമാണ് അതിന്റെ പിന്മാറ്റം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പുറത്തറിയാത്ത പല കാര്യങ്ങളും ഇതിനകത്ത് സംഭവിച്ചോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് കാരണം നമ്മൾ പുറത്തറിഞ്ഞത് മാത്രമല്ല അവിടെയുള്ള വസ്തുതകൾ എന്ന് പറയുന്നത്, അത് നാശനഷ്ടത്തിന്റെ കാര്യത്തിലായാലും എല്ലാ കൂട്ടർക്കും ഉണ്ടായ ഇടിവിന്റെ സംഭവത്തിലായാലും. അപ്പോൾ ആ രീതിയിൽ യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരു 5 ദിവസം ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുള്ള ഒരു നിലപാടായി പുറത്തേക്ക് വരുന്നത്.